ഹലോ ഗൈസ്, എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സുകുമാര സംഭവം കണ്ടിട്ട് വരികയാണ് ഗൈസ്. പുഷ്പ ദ റൂൾ എന്ന പടം കണ്ടു. ആ പടത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ വിലയേറിയ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാനിപ്പം പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ സ്പോയിലേഴ്സ് ഒക്കെ വരാനായിട്ടുള്ള തീർച്ചയായിട്ടും വരണമല്ലോ. അപ്പം സ്പോയിലേഴ്സ് ഉണ്ടെന്നുള്ള ഒരു വാണിംഗും കൂടി ഞാനിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം അത് മനസ്സിൽ വെച്ചിട്ട് വീഡിയോ മുന്നിലേക്ക് കാണുക. ഞാൻ ആദ്യമേ എൻ്റെ അഭിപ്രായമൊക്കെ പറയുന്നതിന് മുമ്പ്, സിനിമയെ കുറിച്ചിട്ടുള്ള എനിക്ക് എന്താണ് തോന്നിയത് എന്ന് പറയുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഈ ഒരു പടം കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, എപ്പോഴായാലും ഈ ഒരു പടം ഒന്ന് കണ്ടു നോക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു പടം കാണുന്നതായിരിക്കും നല്ലത്. അതിനുള്ള റീസൺ എന്താണെന്ന് ഞാൻ അവസാനം പറയാം. പുഷ്പ എന്ന സിനിമ, പുഷ്പ ദ റൈസ് എന്ന ഫസ്റ്റ് പാർട്ടിന്റെ ഒരു ഫാൻ അല്ല ഞാൻ. ശരിക്കും പറഞ്ഞാൽ അല്ലു അർജുൻ നായകനായിട്ടുള്ള ഒരു തെലുഗു പടം കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു തെലുഗു പടം എന്നതിനപ്പുറത്തേക്ക് വലിയൊരു രീതിയിലുള്ള ഒരു താല്പര്യം എനിക്ക് ആ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നില്ല. കൊള്ളായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യമൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് നല്ല ഗംഭീര ട്രെയിലർ ആയിട്ടാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. ആ ഒരു ട്രെയിലറിന്റെ ഒറ്റ പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു സിനിമ ഇപ്പൊ കാണാനായിട്ട് പോയത്. ഞാൻ ഈ ഒരു സിനിമ കണ്ടത് ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സിലാണ്, ഓഡിയോ വണ്ണില്. അത്യാവശ്യം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ക്രീൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ഷോ ആയിരുന്നു. അത്തരത്തിലൊരു വലിയ സ്ക്രീനിലാണ് ഞാൻ പടം കണ്ടത്. ഹൗസ്ഫുൾ ഷോ ആയിരുന്നു. രാവിലെ 4 മണിക്കാണ് കേരളത്തിലെ ഈ ഒരു പടത്തിന്റെ ഫസ്റ്റ് ഷോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം രാവിലെ 4 മണിക്ക് പോയി കണ്ടവരെയൊക്കെ ഞാൻ കൈയെടുത്ത് കുമ്പിടുവാണ്. കാരണം അവർ ആ ഒരു റെസ്പെക്ട് അർഹിക്കുന്നുണ്ടെന്ന് ഈ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി. ഞാൻ ഈ ഒരു പടം രാവിലെ 4 മണിക്ക് പോകാതിരുന്നതിന്റെ കാരണം ഇതിന്റെ ഡ്യൂറേഷൻ തന്നെയാണ്. 3 മണിക്കൂർ 20 മിനിറ്റ് എന്ന ഡ്യൂറേഷൻ ഒരു പടത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഡ്യൂറേഷൻ അല്ല. ഒരു 2.5 മണിക്കൂർ, 2.25 മണിക്കൂർ, 3 മണിക്കൂർ വരെയൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷെ 3 മണിക്കൂർ 20 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്റർവെൽ ഉൾപ്പെടെ ഒരു 3.5 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ തിയേറ്ററിനകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ പോയി കണ്ടാൽ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. എന്നുള്ളത് കൊണ്ട് എത്ര നല്ല കിടിലം പടമായാലും ഇത്രയും ഒരു ടൈം ഒരേ സ്ഥലത്ത് ഇരിക്കുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ രാവിലത്തെ മോർണിംഗ് ഷോ ക്യാൻസൽ ആക്കിയിട്ട് ഉച്ചയ്ക്ക് ഏതെങ്കിലും നല്ല തിയേറ്ററിൽ പോയിട്ട് കാണാം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ദൂരെ പോയിട്ട് ഏരീസ് ഫ്ലെക്സിൽ ടിക്കറ്റ് എടുത്തത്. എന്തായാലും ഈ ഒരു പടത്തെ നമുക്ക് ഒരു സുകുമാര സംഭവം എന്ന് നമുക്ക് ഈ ഒരു പടത്തെ വിശേഷിപ്പിക്കാം. അമ്മാതിരി ചെയ്താണ് അണ്ണൻ ഇതിനകത്ത് ചെയ്തു വച്ചിരിക്കുന്നത്. പുഷ്പ 1 നിന്ന് പുഷ്പ 2 വന്നപ്പോഴത്തേക്കും ചന്ദനക്കടത്ത് മാറിയിട്ട് ചന്ദനമഴ സീരിയലായ അവസ്ഥയാണ് കേട്ടോ. ചന്ദനമഴയും സാന്ത്വനവും ഒക്കെ ഒരുമിച്ച് ഒരൊറ്റ ബിഗ് സ്ക്രീനിൽ കാണിച്ച ഒരു അവസ്ഥയാണ് ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോഴത്തേക്കും പ്രേക്ഷകർ ഉണ്ടാവുന്നത്. നമ്മുടെ നായകൻ പുഷ്പയുടെ മാസ് ഇൻട്രൊഡക്ഷൻ ഫൈറ്റ് വരുന്നത് അങ്ങ് ദൂരെ ദൂരെ ജപ്പാനിലാണ് ഗൈസ്. അവിടെ പോയി എന്തരിനാണ് ആ ഒരു ഫൈറ്റ് ഉണ്ടാക്കിയതെന്ന് സുകുമാരണ്ണനും പിന്നെ ദൈവം തമ്പുരാനും അല്ലു അർജുനും മാത്രമേ ദൈവം തമ്പുരാൻ അറിയുമെന്തോ അല്ലു അർജുനും മാത്രമേ അറിയത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അതിനെ പറ്റിയിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷെ സംഭവം കളറായിരുന്നു. ഇൻട്രൊഡക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ വരെ അടിപൊളിയായിരുന്നു. അതിനകത്ത് നമ്മുടെ രാഷ്മികയുടെ ഫീലിങ്സ് ഒഴിച്ച് ഒരു അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു രീതിയിലാണ്. രാഷ്മികയുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ഫീലിങ്സ് ആണ്. എങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഫീലിങ്സ്, വല്ലാത്ത ജാതി ഫീലിങ്സ് ആയിപ്പോയി. പുള്ളിക്കാരി ഇതിനാണോ നാഷണൽ അവാർഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞത്? അപ്പോ നാഷണൽ അവാർഡല്ല, സെക്കൻഡ് ഹാഫിലെ ഒരു സീനിലെ പ്രകടനം കണ്ടിട്ട് ഓസ്കാർ എടുത്ത് കൈ കൊടുത്താലോ എന്ന് ആലോചിച്ച് പോയി. അമ്മാതിരി കിഡിലും കിണ്ണം കാച്ച പ്രകടനമായി പോയി. അപ്പൊ പറഞ്ഞത് ഫസ്റ്റ് ഹാഫിനകത്ത് ആദ്യം ആ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ വന്ന പാട്ട്. പുഷ്പയ്ക്ക് എല്ലാം ഉണ്ട്, എന്തോ ഇല്ലാന്ന് അർത്ഥം വെച്ച ഒരു പാട്ട് കണ്ടപ്പോഴേ തോന്നി എല്ലാം ഉണ്ട്, പക്ഷെ എന്തോ ഇല്ലെന്ന അവസാനമാണ് മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭഗത്, പുള്ളിയുടെ ക്യാരക്ടർ ഈ ഒരു സിനിമയിലെ ഒരു കോമാളി വില്ലനാണ്. നായകനെടുത്തിട്ട് അലക്കാനായിട്ട് അല്ലെങ്കിൽ ഊക്കി വിടാനായിട്ടുള്ള ഒരു വില്ലനാണെങ്കിലും പക്ഷേ ഈ ഒരു സിനിമയിൽ അത്യാവശ്യം കൊള്ളാവുന്ന പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് പുള്ളിയാണ്. പുള്ളി കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും അങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു പെർഫോമൻസ് ആ ഒരു ലെവലിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാം അല്ലു ഉൾപ്പെടെ എല്ലാവരും വൻ രീതിയിലാണ് വെറുപ്പിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ ഫഹദിന്റെ പ്രകടനം ഒരു ഈ ഒരു സിനിമയിൽ മാറ്റി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ്. അതിനകത്ത് അത്യാവശ്യം വില്ലൻ തമിഴ് സിനിമയിലെ വില്ലൻ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയിലെ വില്ലൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ വിചാരിച്ചു പൂവിട്ട് പൂജിക്കുമെന്ന്? സാധാ നമ്മൾ കണ്ടിട്ടുള്ള വിജയ് സിനിമയിലേക്കുള്ള വില്ലന്മാരെ പോലെ തന്നെ അത്തരത്തിലുള്ള ഒരു വില്ലൻ ക്യാരക്ടർ ആണെങ്കിൽ കൂടി അത്യാവശ്യം ഒരു മലയാളത്തിന്റെ സ്റ്റാർ ആണെന്നുള്ള കൺസിഡറേഷൻ ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്രസൻസ് തൻ്റെതായിട്ടുള്ള ചില സീൻസ് ഒക്കെ കാണിക്കാനായിട്ട് സുകുമാരണ്ണൻ ഫഹദിന് ഈ ഒരു സിനിമയിൽ ചെറിയൊരു അവസരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും വലിയ ആയുസൊന്നും ഇല്ല. ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് ഇന്റർവെൽ സീനാണ്. എൻ്റെ പൊന്നെ, ഇജാതി മൂത്രക്കേസ് സഹിക്കാൻ പറ്റൂലണ്ണ. ഒരു ഇന്റർവെൽ മാസ് സീനാണ് മൂത്രക്കേസ് ആക്കി കളഞ്ഞത്. അതിലും വലിയ കേസ് സെക്കൻഡ് ഹാഫിൽ കാത്തിരിപ്പുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്റർവെൽ സീൻ ഭേദകരമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു തരക്കേടില്ലാത്ത ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് കണ്ടപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ഹാഫ് തരക്കേടില്ല എന്നുള്ളൊരു തോന്നലുണ്ടായത്.
അപ്പൊ ഒരു തരക്കേടില്ലാത്ത ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവച്ച് പടം നിർത്തുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പണം മാറിയടേ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ചന്ദനക്കടത്ത് മാറി ചന്ദന മഴയൊക്കെയായി. കുടുംബം, കരച്ചില്, ചേട്ടൻ, ചേട്ടന്റെ മോള്, എന്റെ പൊന്നോ ഇനി വരാനായിട്ട് കുഞ്ഞമ്മയും കൊച്ചച്ഛനും ഒക്കെ ഉള്ളെന്ന് തോന്നുന്നു. അമ്മാതിരി ഒരു എന്ത് പറഞ്ഞ സീരിയലിനെക്കാട്ടിയും സെക്കൻഡ് ഹാഫിൽ വെച്ചിട്ട് നമ്മുടെ ഫഹദിനെ നൈസായിട്ട് സുകുമാരനെ അങ്ങ് ഒഴിവാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മൊത്തം പുഷ്പയുടെ കുടുംബകാര്യങ്ങളാണ്. ഇടയ്ക്ക് വെച്ചിട്ട് പുഷ്പയുടെ ചേട്ടൻ വന്നിരുന്ന് കുറെ ഡയലോഗ് പറയുമ്പോൾ നീ ഇതെന്ത് തേങ്ങയാണോ ഞങ്ങളോട് എന്തിനാണോ പറയുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അമ്മാതിരി സാധനങ്ങൾ കുത്തി കയറ്റി വെച്ചിരിക്കുകയാണ്. പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചന്ദന കടത്ത് അങ്ങനത്തെ എന്താ പറയുക അതോ ലോകം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്ക് പുഷ്പയുടെ കുടുംബകഥയായിട്ട് വന്നിരിക്കുകയാണ് സുകുമാരൻ. ഇടയ്ക്ക് 3 മണിക്കൂർ 20 മിനിറ്റിൽ ഇത്തരത്തിൽ എന്താ പറയുക കുടുംബകഥ പറയാനായിട്ട് ഒരു സിനിമ എടുത്തു വെച്ചിരുന്ന ഇതിലും ഭേദം നമ്മുടെ വിജയണ്ണന്റെ വാരിസാണ്. അതാണ് ഇതിലും ഭേദം. ഇത് പകുതി വരെ വേറൊരു പടം കണ്ട അവസ്ഥ, പകുതി കഴിഞ്ഞിട്ട് ഞാനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനകത്ത് തന്നെ സെക്കൻഡ് ഹാഫിനകത്തൊരു നമ്മുടെ സാരിയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പോസ്റ്ററിനകത്തൊക്കെ ഹൈലൈറ്റ് ആയിരുന്ന ആദ്യത്തെ ടീസറിൽ ഉണ്ടായിരുന്ന ആ ഒരു സാധനം, ആ ഒരു കോസ്റ്റ്യൂമിൽ ഒരു പാട്ട്, അടുത്ത പാട്ട്, ഒരു ഫൈറ്റ്. ചെലവ് ചുരുക്കാനാണോ എന്തോ ആ ഒരു ഒറ്റ കോസ്റ്റ്യൂമിൽ 2 പാട്ടും ഒരു ഫൈറ്റും ഉണ്ട്. കണ്ടിരിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. അത് കൂടാതെ ആ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ നമ്മുടെ രാഷ്മികയുടെ ഒരു അന്യായ പ്രകടനം കൂടി. പുള്ളിക്കാരി സെന്റിമെന്റ്സ് പറഞ്ഞു മെഴുകുമ്പോഴത്തേക്ക് തിയേറ്റർ മൊത്തം ഇരുന്ന് മറ്റേ ഏതോ ഒരു കോമഡി പടം കണ്ടാണൊക്കെ ഇരുന്ന് ചിരിയായിരുന്നു. സത്യമായിട്ടും തിയേറ്റർ നിറയെ ഇരുന്ന് ആ ഒരു ചിരിയും ബഹളവും ഇരുന്ന് അമ്മാതിരി ലെവൽ ഹൈ വോൾട്ടേജ് പെർഫോമൻസ് ആയിരുന്നു രാഷ്മികയുടെ ഭാഗത്ത് നിന്ന്. ആരോ എവിടെയോ പറയുന്നത് കേട്ടു KGF പോലെ ആക്കാനായിട്ട് ഈ ഒരു പടത്തിനകത്ത് റീഷൂട്ടൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന്. ഒരിക്കലുമില്ല, സുകുമാരൻ ആ പണി ചെയ്തിട്ടില്ല. ഇത് സാന്ത്വനമോ അതോ ചന്ദന മഴയൊക്കെ കണ്ടിട്ടാണ് സുകുമാരൻ ഇത് റീഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതെല്ലാം കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പാസം പുഷ്പയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു കോസ്റ്റ്യൂമിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫൈറ്റ് സീൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന രാഷ്മികയുടെ ആ ഒരു പ്രകടനമാണ് അസഹനീയമായിട്ട് തോന്നിയത്. ആ ഒരു ഫൈറ്റിന്റെ ആ ഒരു നിറം കെടുത്തുന്നത് ആ ഒരു കാരണമാണ്. പണ്ട് മുതലേ നമ്മൾ 90s തൊട്ട് കണ്ടുവരുന്ന വില്ലൻ അമ്പലത്തിൽ കടന്ന് അടിയുണ്ടാക്കാനായിട്ടുള്ള കാരണം ഉണ്ടല്ലോ, ആ കാരണം തന്നെയാണ് ഇതിനകത്തും കാരണമായിട്ട് വരുന്നത്. അതാണ് ആ ഒരു ഫൈറ്റിന്റെ ഏക ഒരു കുറവ്. അത് കഴിഞ്ഞ് ക്ലൈമാക്സിൽ നമ്മുടെ പുഷ്പ, ഞാൻ സ്പൈഡർമാൻ കണ്ടിട്ടുണ്ട്, സൂപ്പർമാൻ കണ്ടിട്ടുണ്ട്, ബാറ്റ്മാൻ കണ്ടിട്ടുണ്ട്, ഈ കടിമാനെ ആദ്യമായിട്ട് കാണുക. ഒരു സൂപ്പർ ഹീറോ ദൈവമാണോ സൂപ്പർ ഹീറോ ആണോ എന്താണ് സുകുമാരാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എടേ കടിയെന്ന് പറഞ്ഞാൽ ഇജാതി കടി, കിടന്ന് കടിക്കണ് കടി ഫൈറ്റ്. അതാണ് ആ ഒരു ഫൈറ്റിന് ഇടേണ്ട പേര്. നമ്മുടെ കോയിൻ ഫൈറ്റ് അത്തരത്തിലുള്ള പേരൊക്കെ ഇട്ട് നമ്മൾ പറയാറില്ല. അതാണ് ഇതിനകത്തെ ക്ലൈമാക്സ് ഫൈറ്റ് നമുക്ക് കടി ഫൈറ്റ് എന്ന് പേരിടാം. കിടന്ന് കടി, മലന്ന് കടി, പറന്ന് കടി, അങ്ങനെ മൊത്തത്തിൽ ഒരു കടി മയമാണ് കേട്ടോ. കടി എന്ന് പറഞ്ഞാൽ ജാതി കടി, മൊത്തത്തിൽ വൻ കോമഡി ആക്കി കളഞ്ഞു. ഇത് നമുക്ക് ഡയറക്ടറിനെ മാത്രമേ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ. അമ്മാതിരി ലെവല്. എനിക്ക് തോന്നുന്നു ഈ നോർത്ത് സൈഡിലെ ബീഹാർ ഫാൻസ് ഒക്കെ ഇല്ലേ, പല സോങ്സും കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് പക്ക ഭോജ്പുരി ലെവലൊക്കെയാണ് പടത്തിലെ സോങ്സ് എടുത്ത് വെച്ചിരിക്കുന്നത്. സോങ്സിനെ കുറിച്ചൊന്നും പറയണ്ട, ലിറിക്സ് പോട്ട്, കോസ്റ്റ്യൂം, നമ്മുടെ അല്ലു അർജുൻ അങ്ങ് വൈകുണ്ഠപുരം, അതേപോലെ നമ്മുടെ ഗജപോക്കിരി, അതേപോലെ പല പടത്തിലും അന്യായ സ്റ്റൈലിഷ് ലുക്കായിട്ട് വന്നിട്ടുള്ള നമ്മുടെ സ്വന്തം അല്ലു അർജുൻ്റെ കോസ്റ്റ്യൂംസ് കണ്ടിട്ട് എൻ്റെ പൊന്നെ, പാട്ടിലെങ്കിലും അത്യാവശ്യം നല്ലൊരു കോസ്റ്റ്യൂം ഇട്ട് കൊടുത്തൂടെ. ഇത് മൊത്തം സ്റ്റെപ്പ് കൊള്ളൂല, കോസ്റ്റ്യൂംസ് കൊള്ളൂല. അങ്ങനെ മൊത്തത്തിൽ ഇപ്പം കൊറിയോഗ്രഫിയും കോസ്റ്റ്യൂമും ലിറിക്സും മൊത്തത്തിൽ ഒരു അടപടലമായിരുന്നു ഈ ഒരു സിനിമയിലെ സോങ്സ് എല്ലാം. ആകപ്പാടെ കേട്ടിട്ട് മനസ്സിലുള്ളത് മറ്റേ ആ ഒരു മലയാളം ഹുക്ക് ലൈൻ ഉണ്ടല്ലോ, ആ ഒരു സംഭവം മാത്രമാണ് ആകപ്പാടെ ഇപ്പോഴും മനസ്സിലുള്ള ഒരു പാട്ടെന്ന് പറയുന്നത്. അത് ആ ഒരു ഭാഗം മാത്രം, ആ ഒരു മലയാളം, എല്ലാ ഭാഷയിലും മലയാളത്തിൽ ഇറങ്ങുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ നശിപ്പിച്ചതാണ്. ആവശ്യമില്ലാത്ത പാസം അത് കുത്തിക്കയറ്റി അനാവശ്യമായിട്ടുള്ള രീതിയിൽ ബാലയ്യ പോലും ചെയ്യാത്ത രീതിയിലുള്ള ക്ലൈമാക്സ് ഫൈറ്റ് ആണ് ഇതിനകത്തുള്ളത്. അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വൻ കോമഡി ആയി പോയത്. ചിരി എന്നൊക്കെ പറഞ്ഞാൽ ഇജാതി ചിരി. ഒരു ആക്ഷൻ പടം കണ്ട് നായകനും നായികയൊക്കെ ഇമോഷണലായിട്ട് ഇരുന്ന് കരയുമ്പോഴും അതേ കണക്ക് ദേഷ്യം കൊണ്ട് അലറി വിളിക്കുമ്പോഴും കടിക്കുമ്പോഴും ഒക്കെ ഇപ്പുറത്തെ ഓഡിയൻസ് ഇരുന്ന് വൻ ചിരിയാണ്. ആ ഒരു ലെവലിലാണ് ആക്കി വച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു സിനിമ നിങ്ങൾ OTT വന്നിട്ട് ഫോണിലൊക്കെയാണ് കാണുന്നതെങ്കിൽ ഫോണിന്റെ ആയുസിന്റെ കാര്യത്തിൽ ഡൗട്ട്ഫുൾ ആണ്. കാരണം ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുത്ത് വിളയിക്കളയാനായിട്ടുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. സോ ഈ ഒരു പടം
കാണാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് നല്ലത്. കുറച്ചെങ്കിലുമൊക്കെ ആസ്വദിക്കാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ മാത്രമായേക്കാം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൊള്ളാമെന്ന് പറയാനായിട്ട് അങ്ങും ഇങ്ങും ആയിട്ടുള്ള ഫഹദും നമ്മുടെ അല്ലു ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ്, ആ ഒരു സംഭവം, ആ ഒരു ഈഗോ ക്ലാഷ് നമുക്കറിയാം എന്റെ റിസൾട്ട് അല്ലുവേ ജയിക്കൂ. ഓക്കെ, എന്നിരുന്നാൽ പോലും ആ ഒരു കോൺഫ്ലിക്റ്റ് കാണാനായിട്ട് ഒരു രസം ഉണ്ടായിരുന്നു. ആ ഒരു കോൺഫ്ലിക്റ്റ് നമ്മുടെ സെക്കൻഡ് ഹാഫിൽ ആദ്യം തന്നെ അവസാനിപ്പിച്ചിട്ട് പിന്നെ മൊത്തത്തിൽ പാസ്സാണ്. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പോരായ്മ. 2 മണിക്കൂറിൽ നമുക്ക് സിനിമ നിർത്താം. ഓക്കെ, ആ ഒരു 2 മണിക്കൂർ പടം 3 മണിക്കൂർ 20 മിനിറ്റ് പാസവും എല്ലാം ചേർത്ത് ആക്കി വച്ചിട്ടുണ്ട്. അതാണ് പുഷ്പ ദ റൂൾ, പുഷ്പ ദ റാംപേജ്. എങ്ങനെ ആകുമെന്ന് അറിയത്തില്ല. എന്തായാലും എനിക്ക് വലിയൊരു ഹോപ്പൊന്നുമില്ല. എന്തായാലും കുടുംബ പ്രശ്നം ഇതോടെ തീർന്നെന്ന് കരുതുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെ ആവുമെന്ന് കാത്തിരുന്ന് കാണാം.